കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും വന്നിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ബുദ്ധ മാറ്റിയിട്ട് പോട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അപ്പോ അത് തന്നെ അവേക്കൺ ചെയ്തിരുന്നു കഴിച്ച് ഞാൻ ബുദ്ധ എന്നിട്ട് അവേക്കൺ ചെയ്തിട്ട് വീഡിയോ ഇട്ടില്ല. അപ്പൊ കഴിച്ച് ഞാൻ അവേക്കണൊക്കെ ചെയ്തു, അത്യാവശ്യം ഗ്രൈൻഡൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പോട്ടിൽ അയച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട്, വേനവും കഴിച്ചു. എനിക്ക് വേനമൊക്കെ കിട്ടി, പോട്ടിൽ കുറെ എണ്ണം കിട്ടി, 2 തവണ പോട്ടിൽ കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് വന്നത്തിന് മാമത്തും ഇതൊക്കെ കിട്ടി. അത് തന്നെ മാമത്ത് ഇന്നോടത്ത് ഗാളിക്കികളും ബോംബും കിട്ടി. കൂടെ വെനമൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ ട്രേഡുകൾ. അങ്ങനെ ഇപ്പൊ ലെജൻഡേക്കിടയിൽ ഇരിക്കുന്നത് വെനവും എൻ്റെ ഇരിക്കുന്നത് പോർട്ടലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ബുദ്ധ അപ്പ് എടുക്കാൻ പറ്റിയിരുന്നു, അതുകൊണ്ട് ഞാനില്ല തൽക്കാലത്തേക്ക്. പിന്നെ ക്രോക്സൊക്കെയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്ലോഗ്സ്. അവ കുറച്ച് എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാൻ തൽക്കാലത്തേക്ക്. പുതിയ അപ്ഡേറ്റ് വരെ നമുക്ക് വീഡിയോ ഒന്നും വരില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പുതിയ അപ്ഡേറ്റ് ഒന്നും പെട്ടെന്ന് എളുപ്പത്തില്ല. ഇപ്പൊ സോഡിന് ഞാൻ ഡാമേജ് കൊടുത്തു, അങ്ങനെ സെറ്റ് ചെക്കാണ്. ഓക്കെ ഇപ്പൊ എജയുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കാശ് 2 സെക്കൻഡ് മുന്നേ സ്പിൻ ചെയ്തു ഏജയുടെ അക്കൗണ്ട് ഗെയിം എനിക്ക് സെക്കൻഡ് അക്കൗണ്ട് കഴിച്ചു. ഇതാണ് എന്റെ മെയിൻ. സെക്കൻഡ് അക്കൗണ്ടിൽ ലെജൻഡേക്ക് കയറി സ്പിൻ ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ 2 മിനിറ്റ് കൂടി പോയാവും ടൈഗർ കിട്ടി. എന്ത് ഓപ്പിലാക്ക് എനിക്ക് ഗ്രീൻ ലൈനിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് അതിന്റെ വാല്യൂ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് കിഡ്സൂണെ വല്ലതും ഒപ്പിക്കണുള്ളൂ ഗൈസ്. ഞാൻ ബുദ്ധ എന്തായാലും ഒപ്പിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ അപ്പൊ ഗൈസ് അല്ല ഞാൻ മിക്കവാറും കിഡ്സൂനെ പോയി ബുദ്ധ എനിക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് ഒപ്പിക്കാം. ഗാളിക്കീകൾ മാത്രം മതി. മാമത്തിന്റെ ഇത് കഴിക്കോ സത്യം പറഞ്ഞ അവന് വേണം എന്തെങ്കിലും കാട്ടെ. ഓക്കെ ഗൈസ് ഇപ്പൊ ഞാൻ വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇന്ന് തന്നെ ആ ലെജൻഡേക്കിന്റെ അക്കൗണ്ട് സ്പിൻ ചെയ്തപ്പോൾ ക്രിയേഷൻ കിട്ടിയിരുന്നു. എന്നിട്ട് ഗാളിക്കികളിന് ബോംബിന് വേണ്ടി മാമത്ത് അത് സത്യം പറഞ്ഞാൽ മറ്റവന് എന്ത് പറ്റിയെന്ന് അവന് വാല്യൂ ഒക്കെ അറിയാം. എന്നിട്ട് വന്നാ ടോട്ടൽ 25 മില്യൻ്റെ അങ്ങനെ എന്തോ ആണ് വാല്യൂ ഇപ്പൊ എൻ്റെ ഇരിക്കണം. ടൈഗർ എന്ത് ഓപ്പിലൊക്കെയാണ് ഗൈസ് കിട്ടി. നീ ഫാൽക്കൺ കഴിച്ചാ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ട് ആയിരിക്കും. കാരണം നമ്മള് കുറച്ച് ഐസ് അഡ്മിനെ മാത്രമേ കൊള്ളുള്ളൂ. സെക്കൻഡ് സീറ്റ് പോലും അല്ല ഞാൻ. കാരണം ഇപ്പൊ അത്യാവശ്യം ഓജിയിലൊക്കെയാണ്. അത് നമ്മള് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തൽക്കാലത്തേക്ക് പോട്ടില്ല അയച്ചത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ സീറ്റിൽ എല്ലാ ബോസിനെയും മുടി തട്ടിയിട്ട് അവരുടെ കാശൊക്കെ ഒപ്പിക്കാം. അങ്ങനെയാണ് ഈ അക്കൗണ്ട്. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് അത്യാവശ്യം ലെവലുണ്ട്. ലെജൻഡേക്കിയുടെ അക്കൗണ്ട് C2-ലാണ്. ഈ അക്കൗണ്ട് C2-ലാക്കും. പിന്നെ ക്രോക്സിയും കളിക്കുന്നുണ്ട് ഗൈസ്. ബ്ലോക്സിലോട്ട് ചെറുതായിട്ടൊക്കെ അവ ചെറുതായിട്ട് എല്ലാത്തേക്കും കളിക്കുന്നുണ്ട്. അതാണ് ഓജിയിലാക്ക്. അയ്യോ ഡ്രാഗൺ കൺട്രോള് കിട്ടുന്നേ. പിന്നെ ടൈഗർ അങ്ങനെയാണ്. അതന്നെ എന്ത് ഓപ്പിലാക്കാന്നറിയോ ഞങ്ങള്. അതന്നെ ടൈഗർ കഴിക്കത്തില്ല. അതിന് പകരം എനിക്കുള്ള ഗാളിക്കികൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും ട്രേഡ് എന്തായാലും ചെയ്യും. ഗാളിക്കികൾ മാത്രം മതി. പോർട്ടലും കിട്ടും ബുദ്ധയും കിട്ടും. അതിൽ കൂടുതൽ കിട്ടും. നല്ല വെറുത്ത സാധനങ്ങൾ. വാല്യൂവിന്റെ വെബ്സൈറ്റിലൊക്കെ നിന്ന് വാല്യൊക്കെ നോക്കി ഞാൻ കുറച്ചും കൂടി ഗെയിമിന് പോയി പഠിച്ചെടുക്കായിരുന്നു. അപ്പൊ സെറ്റ് സാധനങ്ങളെ ഇപ്പൊ ഇരിക്കുന്നത്. ലക്ക് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സംഭവം. എനിക്ക് ഞാൻ വലിയതായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടും കൂടെ ഞങ്ങൾ എപ്പോൾ പ്രതീക്ഷിക്കണോ അപ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പൊ പൊട്ടേക്ക് കിട്ടും അടുത്ത വേലത്ത്. എന്നിട്ട് ടൈഗർ കിട്ടാണ്ട് പോയുണ്ട് പലപ്പോഴും. കിഡ്സൂണ് കിട്ടാണ്ട്. ഇതാണ് വിചാരിച്ചു പോലില്ല സോപ്പിലക്ക്. അപ്പൊ ഇപ്പൊ കിട്ടിയോളൂ 2 മിനിറ്റ് കൂടി പോയാവും. നിങ്ങൾക്ക് മിക്കവാറും ഇതിന്റെ വാല്യൊക്കെ അറിയായിരിക്കും. നല്ല ഇതാണ് ടൈഗറിന്റെ. എനിക്ക് ടൈഗറിനെയൊക്കെ കുറച്ചും കൂടി ഇഷ്ടം ജെറ്റീനെ. കാരണം തറയൊക്കെ ഫ്രോസാക്കി പോകും. എന്തായാലും നമ്മൾ ജെറ്റി ഞാനും കഴിക്കില്ല അവനും കഴിക്കില്ല. ചിലപ്പെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം കഴിക്കും ഗൈസ്. കഴിക്കാൻ സാധ്യതയില്ല. ഇത് വെച്ചിട്ട് വേറെ വല്ലതൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടാകും. ഗ്യാസ് വേണ്ട നമുക്ക് നോക്കാം ഗൈസ്. മറ്റൊരുത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഗേറ്റ് വേ ഓപ്പൺ ആക്കി. ഐസ് അഡ്മിൻ തന്നെ സ്പാം ചെയ്ത് കുറെ തവണ ഡബിൾ എക്സ് എടുത്ത്. പിന്നെ ലെജൻഡേക്ക് വെനം അവയ്ക്കണല്ല ഫുള്ള് ട്രാൻസ്ഫോർമേഷൻ വരെ ഇതാക്കി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു. അപ്പൊ ഗൈസ് ഇനിയും ബ്ലോക്സ് കൊണ്ട് വീട് ഞാൻ വരുന്നു. പിന്നെ കുറച്ച് ലാഗാക്കി. ഇന്ന് വീട് പെട്ടെന്ന് വരങ്ങാനും ടൈഗറിന്റെ ഇത് കിട്ടിയതാണ്. പിന്നെ വെനവും ഇതൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ സെറ്റ് സംഭവങ്ങളാണ് ഗൈസ്. നമ്മൾ 2 അക്കൗണ്ട് സെറ്റാണ്. ഇതിലൊക്കെയാണ് ഇപ്പം നമ്മുടെ റേഞ്ച് കളി തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല, വേറെ ലെവലാണ്. പിന്നെ എനിക്ക് ഈ അക്കൗണ്ടിൽ
ഗ്രാവിറ്റി സോഡൊക്കെ കിട്ടേണ്ടായി. ഇതൊക്കെ എൻ്റെ ഇപ്പോൾ ഉള്ള ആ സോൺ സോഡ് ഞാൻ അവനെ കൊന്നപ്പോൾ എനിക്ക് കിട്ടി. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം കിട്ടില്ലാണ് ഫുള്ള്. ഇനി നമ്മൾ ഹയസ്റ്റ് ചെയ്ത് ഞാൻ എന്തായാലും ബുദ്ധി എടുക്കാനാണ് പോണേ. സോനെ കിട്ടുകയാണെങ്കിൽ അപ്പിടിക്കും കഴിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ട്രാവലിങ് എളുപ്പമാണ്. ഇപ്പം കുട്ടികളെ ഞാൻ എടുക്കും. കാരണം ഇപ്പൊ വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ആണെങ്കിൽ അത് റൈഡൊക്കെ ചെയ്ത് ട്രാൻസ്ഫോം ആക്കി കഴിഞ്ഞാൽ പല ഉപയോഗമുണ്ട്. എന്തായാലും ഇപ്പോൾ ബുദ്ധ എന്തായാലും ഉപയോഗിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും എന്ന് നിങ്ങൾ കരുതണ്ട. കുറച്ച് ബോസിനെ പോയിട്ട് കൊന്നിട്ട് വരാം. ഈ ബോസിന് ഫസ്റ്റ് അല്ല, 1 ഷോട്ട് ഉള്ളതായിരിക്കും. ഓൾറെഡി ഉണ്ട് മുന്നത്തെ ഗസ്റ്റ്. നോക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ഇതാണ്. അതായത് ഗെയിമിംഗ് വിത്ത് AJ 192013. എൻ്റെ മറ്റേ അക്കൗണ്ട് AJ ഗെയിമിംഗ് 19 അതന്നെ AJ ഗെയിമിംഗ് ആണ് ആദ്യം ഉണ്ടാക്കിയത്. ഈ അക്കൗണ്ട് രണ്ടാമത്തെ. പക്ഷേ ഞാൻ അത് ഉപയോഗിക്കാണ്ട് എൻ്റെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ അക്കൗണ്ട് എപ്പോഴും ഉപയോഗിക്കാറ് എല്ലാ ഗെയിംസിനും എനിക്ക്. ഇതിനെ കൊല്ലാൻ ലാസ്റ്റ് ഞാൻ കൊന്നു. ഞാൻ അവ സ്പോണാന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. സിമ്പിളായിട്ട് പോകുന്നു. ഞാൻ കണ്ടോ നീ വന്നില്ലല്ലോ. ഞാൻ പോവാം. നിനക്ക് നിന്നെ സ്പോണൊക്കെ പക്ഷേ മറ്റേമാരെ കൊല്ലാൻ പോണ്ടേ. അപ്പൊ എനിക്ക് കുറച്ച് കാശെങ്കിലും കിട്ടും. പറക്കണ പക്ഷി പറക്കാൻ പോലെ ചാടി പറക്കണം. പറക്കാൻ പറ്റില്ല. ലാസ്റ്റ് പറക്കണത് ട്രാൻസ്ഫോർമേഷൻ ഇല്ലാണ്ട് പോയി. ഐസ് ഒന്നും ഉണ്ടല്ലോ. അതുകൊണ്ട് കഴിച്ചായിരിക്കാം. ആദ്യം കഴിച്ച ഐസ് ഉണ്ടായേ. എൻ്റെ ഇത് ഇല്ല. ആദ്യം ഞങ്ങൾ ന്യൂബായിരുന്നപ്പോൾ വല്ലതും കിട്ടിയെങ്കിലേ അപ്പം പൊട്ട ഫ്രൂട്ടാണ് നല്ല ഫ്രൂട്ടാണെന്ന് അറിയാണ്ട് ചെവി കൊണ്ടുപോയി കളഞ്ഞാനെ. സ്റ്റോർ ചെയ്യുമെന്ന് തന്നെ ഉറപ്പില്ല. ചെറിയ അപ്പം തന്നെ കഴിച്ചാനെ. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പം ഗെയിമൊക്കെ പഠിച്ചു വന്നിട്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലൈനിങ്ങൊക്കെ കിട്ടിയില്ല. ഗ്രീൻ ലൈനിങ്ങോ കിട്ടി. അപ്പം ഞാൻ ചുമ്മാ ലൈനിങ് അങ്ങനെ കഴിച്ചു. ലൈനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കരുതിയിട്ട് ഞാൻ കഴിച്ചു. ശശിയായി. ഓക്കെ അതാണ് ടോട്ടലായിട്ട് ഗ്രീൻ ലൈനിങ് ടോട്ടല്. ഇതിൻ്റെ വാല്യൂ വിചാരിക്കുക ടൈഗറൊക്കെ വേണമെങ്കിൽ കിട്ടുമായിരിക്കും. അങ്ങനെ ഇത്ര വാല്യൂ കണ്ട. അപ്പോൾ ഞാൻ നമുക്ക് C2ലേക്ക് പോകാം. നീ വേണ്ട ഇല്ലല്ലോ. ഞാൻ സോണൊന്നും കൊല്ലണ്ട. വേറെ കൊല്ലം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ C2 പോയിട്ട് ഇതിന് എന്തൊക്കെ ഓഫർ കിട്ടുമെന്ന് നോക്കിയിട്ട് തരാം. ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ചധികം ഷോർട്ടായിരിക്കും. വലിയ ഗ്രാൻഡിങ് ഒന്നും ഇല്ല ഗൈസ്. കാരണം പോർട്ടലാണ്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പക്ഷേ ഇനി നമ്മൾ വെച്ചപ്പോ ബോട്ടിലും ഇതും വെച്ചു. അതായത് മാമത്ത് കൊടുത്തിട്ട് ഗാളിക്കീകളും ബോംബും കിട്ടി. ഇപ്പൊ ഇല്ലേ ഗാളിക്കീകൾ വെച്ചപ്പോ ഇതിന് വേറെ പോട്ടലും ബുദ്ധയും വെച്ചേക്കും. അപ്പരേ വാല്യൂ ചെക്ക് ചെയ്തെങ്കിൽ 25 മില്യൺ ആണ് ബോംബിന്റെയും ഇതിന്റെ മാത്രം വാല്യൂ. ടൈഗറിന് എത്രയുണ്ട്? അങ്ങനെ കൊറേ ഉണ്ട്. വാല്യൂ നോക്കിട്ട് എന്തോ വെബ്സൈറ്റിലെ വാല്യൂ നോക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ സ്കാം ആവും ഗൈസ്. എനിക്കത് അറിയില്ലേ. അങ്ങനെ ഞാൻ പലതവണ ട്രേഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഞാൻ ഗെയിമിൽ വാല്യൂ വെച്ചിട്ടായിരുന്നു ഗൈസ് ഇത്രയും നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് എനിക്ക് അവനെ പോലും കിട്ടാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും വാല്യൂകൾ അങ്ങനത്തെ ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു അവന്. സാറില്ല അറിയില്ല. ആവോ ഇതാണ് ഗസ് ലെജൻഡേക്കായിട്ട് ഇത് ചെയ്യണം. എൻ്റെ അക്കൗണ്ടിൽ കയറി അപ്പം കളിച്ചത് ലെജൻഡേക്ക് തന്നെ. നമുക്ക് നോക്കാം. ടൈഗർ ഇവിടെ ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കാം. ടൈഗറിൻ്റെ എല്ലാം ടൈഗർ അല്ല ട്രേഡിങ് ടൈഗറിന് ചാടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേണ്ടി ഉണ്ടാവില്ല. പറഞ്ഞപ്പോഴത്തേനും വന്നു പോയി. ഓ വേനം. ഓ ഷാഡോ. ഓ മാമത്ത്.
നീ കാളിക്കീക്കലിന് കിട്ടും കാളിക്കീക്കലിന് കിട്ടത്തില്ല. അപ്പൊ വാല്യൂ ഒന്നുമില്ല. ഷാഡോയ്ക്ക് നഷ്ടാണ്. പറ്റിയെന്ന് ഡു യു വാണ്ട് ഐസ്. ഇനിയും ഇതുപോലത്തെ കിടിലൊക്കെ സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ അക്കൗണ്ട് AJ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാക്കി. ഇത് എൻ്റെ ലക്ഷ്യം എന്ന് ഇതായിരുന്നു. പെട്ടെന്ന് കുറേ സ്പിൻ ചെയ്തിട്ട് കിടിലായിട്ട് കിടി കിടിച്ചുകൊണ്ട് ഞാൻ ഒപ്പിക്കാന്ന്. അതല്ലാണ്ട് വാലന്റൈൻസ് ഡേയുടെ അപ്ഡേറ്റ് ഒക്കെ നടക്കാൻ പോകേണ്ടതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ലീക്സ്. അതില് ഇപ്പൊ ക്രിസ്മസിന് ഒരു ഗിഫ്റ്റിന്റെ സാധനം ഉണ്ടായി. അതുപോലെ വരുന്നൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഈ സ്പിൻ ചെയ്യുന്നോടത്ത് കാശെല്ലാം സ്പിൻ ചെയ്യണം അങ്ങനെ പലതുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് വിട്ടിട്ട് ഇതിനൊക്കെ നല്ല കിഡിലോസ്ക്ക് ഫ്രൂട്ട് ഇടുമ്പോൾ അതൊക്കെ ട്രേഡ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ കിഡ്സുവിനെ ഒപ്പിക്കാനാണ് ഉള്ളത്. അത് കിട്ടിയിട്ടെങ്കിൽ ഒരു ബുദ്ധി ഇങ്ങനെ കിട്ടും. കിഡ്സുവിന് കിട്ടുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫോം ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ വെച്ചിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ആണ് ഇതാണ്. ഞാൻ എല്ലാ സ്റ്റാറ്റസും കോഡ് വെച്ചിട്ടുള്ള എല്ലാ സ്റ്റാറ്റസിൻ്റെ ഉപയോഗിച്ചു. എന്നിട്ട് ഇനി കോഡ് അതന്നെ ഇനിയും കോഡൊന്നുമില്ല ചോദിച്ചത്. പിന്നെ ഞാനിപ്പോൾ ഗ്രൈൻഡിങ് ഒന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ആവശ്യമില്ല. മീലിനാണ് ഇപ്പം ഇത് ഇനി നമുക്ക് ബുദ്ധ ഒന്നോട് ഞാൻ എടുക്കുമ്പോൾ ഞാൻ മിക്കവാറും സോഡിനെ കൊടുക്കാം. എനിക്ക് സോഡ് മാത്രം മതി. കിഡ്സൂണിന് കിട്ടിയ ബ്ലോക്ക് ഫുഡിന് കൊടുക്കും. സെക്കൻഡ് ഏറ്റവും ബെസ്റ്റ് എങ്ങാണ്ടാണ്. അല്ല തേർഡോ അങ്ങനെ സെക്കൻഡോ അങ്ങനെ എന്തോ. ഫസ്റ്റ് ബുദ്ധിയാണ്, നിങ്ങൾക്കറിയാലോ. ഫസ്റ്റ് ബുദ്ധിയാണ്. ഇതിന് കിഡ്സിനെ ഒപ്പിക്കാൻ പറ്റുമോ? ഇതിന് കിഡ്സിനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ലാസ്റ്റ് ബോംബ് ഇവനാ റേഡിങ് അല്ലേടോ. 5 മില്യൻ്റെ ബോംബിനൊക്കെ വല്ല ബുദ്ധി കിട്ടിയോക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കിഡ്സുവിനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. എനിക്ക് ഫസ്റ്റത്തെ എൻ്റെ ഗ്രാൻഡീന് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് ബുദ്ധിയാണ്. പിന്നെ സെക്കൻഡോ തേർഡോ ആണ് കിഡ്സുവിനെ. പിന്നെ കിഡ്സുവിനേക്ക് പല ഇതുണ്ട്. M1 അങ്ങനെ ബ്ലോക്ക് ഫ്രൂട്ടിന് എടുത്തിട്ട് സ്പീഡ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് പിന്നെയും കുറച്ചും കൂടി ഇഷ്ടം ആ ലുക്കൊക്കെ. ഇത് എനിക്കിഷ്ടം കിഡ്സുവിനെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെ. പക്ഷെ ബുദ്ധയും കിടിലാണ് ഗൈസ്. പിന്നെ പോട്ടിൽ ഭയങ്കര സ്പീഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അതും കിട്ടില്ല. പക്ഷെ കിഡ്സുവിനായിട്ട് ഞാൻ മിക്കവാറും അത് തന്നെ കഴിക്കും. ബുദ്ധ ഞാൻ എടുക്കത്തില്ല. പിന്നെ ബ്ലോക്ക് ഫ്രൂട്ടിന് അങ്ങ് മൊത്തം കൂടെ താൽ മതി. പിന്നെ M1 ഇട്ടിട്ട് നല്ല അടിയടിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ടൈഗർ കിട്ടി. OP-ലക്കായിരുന്നു. OP-എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല. ഇത്രയും ലക്കൊക്കെ അന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ OP-ലക്കുന്നിട്ട് സ്വിച്ച് ചെയ്താൽ മതി. അതേപോലെ ലക്ക് കിട്ടും. വണ്ടി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഭയങ്കര കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ എന്താ അത്രയും വീഡിയോസ് ഒന്നും പറയാതെ. ഇനി എന്തായാലും വാലന്റൈൻസ് ഡേ അപ്ഡേറ്റ് ഒക്കെയും നടക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും 1 മാസമല്ല, എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ഇനി വീഡിയോ വരും. എന്തായാലും വരും. ഒരു 10-ാം തീയതിക്ക് മുന്നേ മിക്കവാറും വരും. തൽക്കാലം നമ്മൾ FFൻ്റെ വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അതേ പോണ ഒരു അവേക്കണ്ട് ബുദ്ധ. എനിക്ക് അവേക്കണ്ട് ബുദ്ധി ഉണ്ടായതാണ്. പിന്നെ അത് ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ്. പിന്നെ ശശിയൊന്നും ആയില്ല. മറ്റേ കൊണ്ട് പിന്നെ എനിക്ക് സ്പീഡ് ആവാൻ വേണ്ടി പിന്നെ എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നില്ല. കിടില്ല സാധനം. പിന്നെ എനിക്ക് ഒപ്പിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ നിങ്ങൾ പറയണ്ടാവും ഇതൊക്കെ ട്രേഡ് ചെയ്തിട്ട് പലതും ഒപ്പിക്കാമെന്ന്. പോട്ടിൽ വെച്ചിട്ട് പോട്ടിൽ വെച്ച് ട്രേഡ് ചെയ്താണ് കഴിച്ച് ഞാൻ മാമത്ത് ഒപ്പിച്ചത്. ആ മാമത്ത് ട്രേഡ് ചെയ്തിട്ടാണ് ഗാലിക്കീകളും ബോംബ് ഒപ്പിച്ചത്. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ ബൈ.